പട്വാ ഹവേലിയിലാണ്. പട്വാ की ഹവേലി എന്ന് പറഞ്ഞാൽ ജയ്സൽമേറിൽ വരുന്നവർ, രാജസ്ഥാനിൽ വരുന്നവർ ഉറപ്പായിട്ട് കാണേണ്ട ഒരു സ്ഥലമാണ്. ഇതാണ് നമ്മൾ ഇന്നലെ രാത്രിയിൽ വന്ന് താമസിച്ച ഹോട്ടൽ. ഇന്നലെ രാത്രിയിൽ നിങ്ങൾക്ക് ഈ പുറം കാഴ്ചകളൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇതുണ്ട്, വളരെ മനോഹരമായ ഡിസൈനോടുകൂടി രാജസ്ഥാൻ്റെ തനത് ശൈലിയിൽ പണിതീർത്ത ഈ ഹോട്ടലാണ് നമ്മൾ ഇന്നലെ താമസിച്ചത്. ഒരുപാട് പാലസിലൊക്കെ പോകണം. ആ പ്രാവിൻ്റെ ഒക്കെ സ്റ്റൈലുണ്ട്. ആ പ്രാവൊക്കെ ഭയങ്കരമായിട്ട് ഒരു പാലസ് എന്നൊക്കെ പറയുമ്പോൾ പ്രാവ് വേണം അല്ലേ? അത് പിന്നെ ഒരു പ്രാവില്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആവില്ല. അതാണ് അതിൻ്റെ സിസ്റ്റം. ഇത് സ്വിമ്മിംഗ് പൂൾ ഏരിയയൊക്കെയാണ്. നല്ല അടിപൊളി ഹോട്ടലാട്ടോ. നോർമൽ റേഞ്ചിൽ നല്ല അടിപൊളി ഒരു ഹോട്ടലാണ് മഹാദേവ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട്. സ്വിമ്മിംഗ് പൂൾ ഏരിയയൊക്കെ ഇതാണ്. രാജാവ് കുളിക്കാനിറങ്ങുന്ന സ്ഥലം. യെസ്, ഇവിടുത്തെ ഓരോ അതിഥികളും രാജാക്കളാണ് ഇവിടുത്തെ ഓരോ അതിഥികളും. ജയ്സൽമേറിലെ കാഴ്ചകളാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ പട്വാ ഹവേലിയിലാണ്. പട്വാ की ഹവേലി എന്ന് പറഞ്ഞാൽ ജയ്സൽമേറിൽ വരുന്നവർ, രാജസ്ഥാനിൽ വരുന്നവർ ഉറപ്പായിട്ട് കാണേണ്ട ഒരു സ്ഥലമാണ്. ഹവേലിക്ക് അകത്തേക്ക് കയറുകയാണ് ഞങ്ങൾ. പഴയ കാലത്തെ നോട്ടുകൾ, അതുപോലെ തന്നെ ഇവിടെ കോയിൻസ്, പഴയ കാലത്തെ കോയിനുകൾ, വെയിറ്റ് മെഷർ ചെയ്യാനുള്ള പഴയ കാലത്തെ സിസ്റ്റം.
സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറാണ്. 4 നിലകളിലായിട്ടാണ് ഈ ഹവേലി ഉള്ളത്. 4 നിലകളിലായിട്ട്. ആ കാലത്തെ കിച്ചണാണിത്. നമ്മുടെ അടുക്കള കിച്ചണിലെ കാഴ്ചകളാണ്. പാത്രങ്ങൾ നോക്കിയിട്ട് പഴയ കിച്ചൺ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ഡൈനിങ് ഹോളാണ്, പഴയ ഡൈനിങ് ഹോളാണ്. ഇവിടെയും അതുപോലെ പഴയ പാത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഒരുക്കിയിട്ടുള്ളത്. അവിടെ ഒരു ഫാൻ കാണിച്ചു കൊടുക്കും. ഓ, ഹാസ്യചലനങ്ങളുടെ ഫാനാണ്. കൈ കൊണ്ട് തിരിക്കുന്ന ഫാനാണത്. കൈ കൊണ്ട് തിരിച്ച് കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പണ്ട് കാലത്ത് യൂസ് ചെയ്ത ഫാനാണ്. आइस बॉक्स पानी बॉईल करने के लिए वो तो आज भी हमारे पास यूज होता है बाद में. ഡൈനിങ് ഹാളിൻ്റെ റൂഫൊക്കെ കണ്ടില്ലേ, എന്ത് മനോഹരമായിട്ടാണ് അത് ഒരുക്കിയിട്ടുള്ളത്. പഴയ കാലത്തെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. സിറ്റിംഗ് പ്ലേസ് ആണിത്. ഇവിടെയാണ് രാജാക്കന്മാർ ഇരിക്കുന്നതും. ഇവിടെ അവർ ചെസ് ബോർഡൊക്കെ, പഴയ ചെസ് ബോർഡൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പഴയ സാധനങ്ങൾ ഇപ്പോഴും അതേ പ്രൗഢിയോടുകൂടി നിലനിർത്തുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ ഒരു ഹവേലി അത് പ്രൈവറ്റ് ആണ്, ഇന്നും ഒരു സ്വകാര്യ വ്യക്തിയുടെ ആണ്. ഇതിന് തൊട്ടടുത്തുള്ള ഇത് അന്ന് രാജാവിൻ്റെ 5 മക്കൾക്ക് വേണ്ടിയിട്ട് 5 ഹവേലി ഒരുക്കുകയാണ്. 5 ഹവേലി പറഞ്ഞാൽ 5 മക്കൾക്ക് വേണ്ടിയിട്ട് 5 ഹവേലി ഒരുക്കുകയാണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഇത്. സെക്കൻഡ് വൺ, തേർഡ് വൺ ഇന്ദിരാഗാന്ധി പർച്ചേസ് ചെയ്യുന്നൊരു അത്ഭുതമായിട്ടുള്ള അല്ലെങ്കിൽ അറിയാത്തൊരു സംഗതിയാണ് പറഞ്ഞിരിക്കുന്നത്. അന്ന് ഇത് സെയിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിനെ ആരോ അറിയിക്കുകയും ഇന്ദിരാഗാന്ധിയോട് വരികയും ആ 2 എണ്ണം സെക്കൻഡ് ആൻഡ് തേർഡ് ഇന്ദിരാഗാന്ധി പർച്ചേസ് ചെയ്തു. അതിന് മുന്നിലുള്ള തൊട്ടുള്ള സ്ഥലം 1965 ഇത് 60,000 രൂപയ്ക്ക് വിൽപ്പന നടന്നൊരു സാധനമാണ്. ഇന്ന് ഇതിൻ്റെ വാല്യൂ എന്നുള്ളത് ക്രോർസ് ആയിരിക്കും. ഒരുപക്ഷെ അതിന് വാല്യൂ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ആ സത്യത്തെ കാര്യം. അന്നത്തെ കാലത്തെ സാധനം അടുത്ത വ്യക്തി ഇന്നും അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു എന്നുള്ളത് ഭയങ്കര അത്ഭുതമായിട്ടൊരു കാഴ്ച തന്നെയാണ്, ഒരു സംശയമില്ല. ഹവേലിയുടെ ടെറസാണിത്. ടെറസ് നോക്കിയാൽ കാണുന്ന കാഴ്ചകളുണ്ടോ? രാജസ്ഥാനിലെ തനത് രൂപത്തിൽ നിർമ്മിച്ച ബിൽഡിങ്ങുകൾ, അതുപോലെ രാജസ്ഥാനിലെ ഫോർട്ട്, ഇതൊക്കെയാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ. നാല് നിലകളിലായി പണിത അത്ഭുതമാണ് ഈ ഹവേലി, ഒരു സംശയമില്ല. എന്തൊക്കെ കാഴ്ചകളാണ് ഇവിടെ ഇരിക്കുന്നത്, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെന്നുള്ളത് ഒരു പറഞ്ഞിരിക്കാൻ പറ്റാത്തതാണ്. കാണുന്നുണ്ട്, ഇവിടെ വരിക, ഇതൊക്കെ കാണുക, ഇതൊക്കെ ആസ്വദിക്കുക. ബേസ്മെന്റിലേക്കുള്ള യാത്രയാണ്. ഇതിന് ബേസ്മെന്റ് ഉണ്ടെന്നുള്ളതാണ് മറ്റൊരു അത്ഭുതം. അന്നേ കാലത്ത് ഇത് ഉണ്ടാക്കുന്ന 200 വർഷം മുന്നേ ബേസ്മെന്റ് അടക്കം പണിതിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തത്. താഴെ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇത് ഒരു പക്ഷേ സെയിൽ ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ താഴെ ഒരു ഫ്ലോർ കൊണ്ട് ഈ കണ്ടില്ലേ, താഴത്തെ കൂടെ ഇനി ഒരു ബേസ്മെൻറ്റ് 2 എണ്ണമാണ്. ഇതിൻ്റെ താഴത്തെ ഒന്നും കൂടി ഇത് പൊക്കിയാൽ ഇതിൻ്റെ താഴത്തേക്ക് സ്റ്റെപ്സ് ഉണ്ട്, താഴോട്ട് ഇറങ്ങാം നമുക്ക്. ഉദയ് സിംഗ് നിർമ്മിച്ച പോലെ ജയ് സിംഗ് നിർമ്മിച്ചതാണ് ഈ ഒരു ഹവേലിയും ഈ ഒരു ഏരിയയും. 200 വർഷം മുന്നേ രാജാവ് തൻ്റെ 5 മക്കൾക്ക് വേണ്ടി നിർമ്മിച്ച 5 ഹവേലികളാണ് നിങ്ങൾ കാണുന്നത്. 1 ഇത്, 2 ഇവിടെ, 3 അവിടെ, 1, 4, 5 അങ്ങനെ 5 എണ്ണമാണ് അന്ന് 5 മക്കൾക്കായിട്ട് അദ്ദേഹം നിർമ്മിച്ചത്. ഇന്ന് ഈ പ്രോപ്പർട്ടി അന്നൊരു സ്വകാര്യ വ്യക്തിയാണ് വാങ്ങിച്ചത്. അതിന്നും ആ ഒരു കുടുംബം തന്നെ മുന്നോട്ട് കൊണ്ടുവന്നു. ഈ 2 എണ്ണം അന്ന് ഇത് സെയിലാണ് എന്നറിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധിയാണ് ഈ 2 എണ്ണം വാങ്ങിച്ചത്. അത് കഴിഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി ഗവൺമെൻറ്റിൻ്റെ അടുത്ത് തന്നെയാണ്. ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് ഇതിൽ പ്രൈവറ്റിലുള്ളത്. അത് അതുപോലെ അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകുന്നു. ജയ്സൽമേറിലെ ഈ ഹവേലിയുടെ പുറത്ത് നമ്മുടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ജയ്സൽമേറിലെ മറ്റു കാഴ്ചകളും ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ജയ്സൽമേറിൽ വരുന്നവർ, രാജസ്ഥാനിൽ ട്രിപ്പ് വരുന്നവർ ഉറപ്പായിട്ടും ഈ സ്ഥലം കാണുക. ഒരു കാരണവശാലും മിസ്സാകരുത്. അത്രയും അമേസിംഗ് ആണ്. മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക. താങ്ക് യു.